ഹലോ, നമ്മളിന്നൊരു ചിക്കൻ കറി വെക്കാനാണ്. അപ്പം ഞാനത് ചിക്കൻ കഴുകി വെച്ചു, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, തക്കാളി അരിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചു, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക് ഒക്കെ നമ്മൾ എടുത്തു വെച്ചു. ഇതിനൊന്നും ഒരു അളവൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ അളവ് പറയുന്നില്ല. ഈ മുളകും മല്ലിയും പെരിഞ്ചീരകവും കൂടെ വറുത്ത് ഞാൻ അരയ്ക്കുവാണ്. ഒരു അരപ്പിടി മല്ലി, അരപ്പിടി പെരിഞ്ചീരകം, ഒരു 10-15 വറ്റൽമുളക്. പിന്നെ എരിയും ഒക്കെ നമ്മുടെ ആവശ്യത്തിനല്ലേ. നമ്മളിപ്പോൾ 1 സ്പൂണ് 2 സ്പൂൺ എന്നൊക്കെ പറഞ്ഞാലേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടട്ടെ. അപ്പം ഞാൻ ഈ വറുത്ത് വെച്ചത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കടുകിട്ട് പൊട്ടിയപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അങ്ങോട്ടിടാം. ഈ തേങ്ങാക്കൊത്ത് വെറുതെ ഇടുന്ന കേട്ടോ, എല്ലാവരും പറക്കിക്കളയും. പക്ഷേ അതിടുമ്പം ഒരു ടേസ്റ്റ്. ഞാൻ മാത്രമേ ഇവിടെ തേങ്ങാക്കൊത്ത് കഴിക്കത്തുള്ളൂ, ഇവരൊക്കെ എടുത്ത് കളയും. പിന്നെ പച്ചമുളകും കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത്, എന്നും നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്തല്ലേ. അപ്പം വറ്റൽമുളക് വാങ്ങിച്ചു, മല്ലി വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് ഓർത്ത്. പണ്ടൊക്കെ നമ്മൾ വീട്ടിലിങ്ങനല്ലായിരുന്നോ ചിക്കൻ കറിയും ബീഫും ഒക്കെ വെക്കുന്ന മല്ലിയും മുളകും വറുത്ത് കല്ലേ വെച്ച് അരയ്ക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, കൈ പുകഞ്ഞ് അപ്പുറമാകുമായിരുന്നു അരയ്ക്കുമ്പം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി തുടങ്ങിയപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പം ഞാൻ ഇന്ന് നമുക്കെല്ലാം നോൺ വെജാണ് കേട്ടോ, വെജിറ്റേറിയൻ ഒന്നുമില്ല. വേണ്ടേ, തക്കാളി ഇട്ട് ഒരൊറ്റ തക്കാളി എടുത്തുള്ളൂ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടും. ഞാൻ സാധാരണ മിക്സിയിൽ അരയ്ക്കുമായിരുന്നു, ഇന്ന് അരച്ചില്ല. 1 സ്പൂണ് കാശ്മീരി മുളക് ഇട്ടേ. കാരണം മറ്റേ മുളക് നമ്മുടെ എന്താ പറയുന്നത്, പാണ്ടിമുളകാണ്. അപ്പോൾ അതിന് കളറ് കുറവാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാല കൂടി ഇട്ട് പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഞാൻ കാണിക്കാവേ. കണ്ടോ, നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കണ്ടോ. അതുകൂടി ഇട്ട്, ഇത് പിന്നെ പച്ചമണം ഒന്നും മാറണ്ട, നമ്മൾ വറുത്തരച്ചതല്ലേ. എന്നാലും ഒന്ന് എല്ലാ മസാലയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലൊരു കളറൊക്കെ അല്ലേ. എന്നിട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കുറച്ച് ഒഴിച്ചങ്ങോട്ട് വേവിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും, അപ്പോൾ നമുക്ക് അത് മതി. പിന്നെ മെയിൻ കപ്പയൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരിച്ചിരി ചാറ് വേണം. ഇവിടെ എല്ലാവർക്കും എന്ത് കറി വെച്ചാലും ചാറിച്ചിരി മുന്നോട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതായിരിക്കും. പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണം. പിന്നെ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ, ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഞാൻ ഉപ്പിട്ടില്ല, തിളച്ചിട്ട് ഇനി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇരുന്ന് കുറുകി വറ്റട്ടെ. അപ്പോൾ കണ്ടോ, വറ്റി വരുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയുടെ കളറ് മാറിയത് കണ്ടോ, നല്ലൊരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഇവിടെ വെന്തു. ഇനി നമുക്ക് ഇന്നത്തെ ഐറ്റംസൊക്കെ കാണിക്കാമേ. മീൻ വറുത്തത്, ചിക്കൻ പിള്ളേർക്ക് വറുത്തത്, പിന്നെ മീൻ കറി. അപ്പോൾ ഞാനൊരു ഇച്ചിരി കോവയ്ക്ക എടുത്ത് മെഴുക്കുവരട്ടി വെച്ചേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കെ, താങ്ക് യു.